ഹായ്. പി ഇ റേഷ്യോനെ പറ്റിയുള്ള നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഒരു ഇൻവെസ്റ്റർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പി ഇ റേഷ്യോനെ പറ്റിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, അത് ഫോർവേഡ് പി ഇ ആണ്. അതായത് ഒരു ഇൻവെസ്റ്ററായിട്ട് അപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയാണ്. ഫ്യൂച്ചറിൽ നല്ല ഗ്രോത്ത് തരാനും നല്ല റിട്ടേൺ തരാനും വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ നടക്കുന്നത് എന്നാണ് ഒരു കമ്പനിയെ പറ്റി അറിയാനായിട്ട് കൂടുതൽ ആവശ്യം. നമുക്ക് അതറിഞ്ഞാലേ ഉള്ളൂ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ല ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ആ രീതിയിൽ നോക്കുമ്പോഴത്തേന് ഫോർവേഡ് ആയിട്ട് നമുക്ക് പി ഇ റേഷ്യോനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പ്രോഫിറ്റിനനുസരിച്ചിട്ട് നമുക്ക് പി ഇ റേഷ്യോ എങ്ങനെ, ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പിൽ പി ഇ റേഷ്യോ എങ്ങനെ ആയിരിക്കും വരിക എന്നാണ് നമ്മൾ ഈ കൺസെപ്റ്റിൽ നമ്മൾ നോക്കുന്നത്. പി ഇ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് എന്നാണ്. സോ മാർക്കറ്റ് ക്യാപ്പ് നമുക്കറിയാം, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് നമുക്കറിയാം. അതായത് പാസ്റ്റിൽ നടന്നതാണ് ഈ പറയുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി കമ്പനി ജനറേറ്റ് ചെയ്ത നെറ്റ് പ്രോഫിറ്റ് അനുസരിച്ചിട്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പിൽ പ്രോഫിറ്റിന്റെ എത്ര മടങ്ങാണ് കമ്പനിയുടെ പ്രൈസ് എന്നാണ് നമ്മൾ പി റേഷ്യോ വഴി ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ സ്ക്രീനറും ബാക്കിയുള്ള ആപ്പുകളൊക്കെ നോക്കിയാൽ അല്ലെങ്കിൽ വെബ്സൈറ്റുകളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഈ പി റേഷ്യോ ആണ്. പാസ്റ്റിൽ നടന്ന പെർഫോമൻസിന്റെ അനുസരിച്ചിട്ടുള്ള പി റേഷ്യോ ആണ് നമുക്കറിയാൻ പറ്റുന്നത്. പക്ഷെ ഒരു ഇൻവെസ്റ്റർക്ക് ഫ്യൂച്ചറിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് ഫ്യൂച്ചറിൽ ഏത് രീതിയിലായിരിക്കും കമ്പനിയുടെ പെർഫോമൻസ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ ഇതിന് നമുക്ക് തേർഡ് പാർട്ടി ആപ്പുകളെ അല്ലെങ്കിൽ വേറൊരു എന്താ പറയുക യൂട്യൂബിൽ ഇപ്പോൾ ഞാൻ അടക്കമുള്ള ആൾക്കാർ ചെയ്യുന്ന വീഡിയോസ് നോക്കിയിട്ടല്ല നമ്മൾ ആ ഗൈഡൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മാനേജ്മെന്റിന്റെ ഗൈഡൻസ് നമുക്ക് അറിയണം ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ട്. സോ അതിന് നമ്മൾ ആക്റ്റീവായിട്ട് സ്റ്റോക്കിനെ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. സോ ആ രീതിയിൽ നമുക്ക് മാനേജ്മെന്റ് പല സ്റ്റോക്കുകളിലും മാനേജ്മെന്റ് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരാറുണ്ട്. അതായത് ഇപ്പോൾ ആനന്ദ് റാത്തിയുടെ ഒക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ് നമ്മുടെ ചാനലിൽ. ആനന്ദ് റാത്തിയുടെ മാനേജ്മെന്റ് തന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. 375 കോടിയാണ് അവർ ഈ വർഷം പ്രോഫിറ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ ഈ മാനേജ്മെന്റ് തരുന്ന ഗൈഡൻസ് വെച്ചിട്ട് ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ അല്ലെങ്കിൽ അടുത്ത ക്വാർട്ടറിൽ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടൈമിൽ, പക്ഷെ ഒരുപാട് ദൂരത്തേക്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ മാനേജ്മെന്റ് എത്ര പ്രോഫിറ്റ് ആണ് ഗൈഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുക. അത് നമുക്ക് അതിനെ കമ്പനിയെ ഫോളോ ചെയ്താൽ നമുക്കത് ഒരുപാട് കമ്പനികൾ അത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ അവരുടെ മാനേജ്മെന്റ് ഇന്റർവ്യൂസിലോ അല്ലെങ്കിൽ കമ്പനിയുടെ പി പി ടികളിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് കൊടുക്കുന്ന ഡേറ്റകളിലോ എവിടെയെങ്കിലും ആനുവൽ റിപ്പോർട്ടിലടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗൈഡൻസ് കിട്ടും. സോ ആ ഗൈഡൻസ് വെച്ചിട്ട് ഭൂരിഭാഗം കമ്പനികളും ആ ഗൈഡൻസ് തരും. സോ അത് നമ്മൾ കൃത്യമായിട്ട് അവർ ഇത്ര റവന്യൂ ഇത്ര പ്രോഫിറ്റ് ചെയ്യുന്നല്ലെങ്കിൽ പോലും ഏകദേശം നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് അവർ എത്രയാണ് ഏകദേശം ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ആ ടാർഗറ്റ് വെച്ചിട്ട് ആ ഒരു ഫിഗറിലേക്ക്, ആ ഫിഗറിന്റെ പുറത്താണ് നമ്മൾ പി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി അതിന് 4000 കോടി മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അതേപോലെ 100 കോടി രൂപ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. 4000 കോടി ഡിവൈഡ് ബൈ 100 കോടി, പി റേഷ്യോ 40 എന്ന് കിട്ടും. അതായത് ആ കമ്പനിയുടെ പി റേഷ്യോ ഇപ്പോൾ 40 ആണ്. പ്രോഫിറ്റിന്റെ 40 ഇരട്ടിയാണ് അവരുടെ മാർക്കറ്റ് ക്യാപ്പ്. സോ ഇനി ഈ കമ്പനിയുടെ മാനേജ്മെന്റ് ഗൈഡൻസ് തരുന്നുണ്ടെന്ന് വിചാരിക്കുക. അവർ പറയുന്നത് ഇപ്പം അടുത്ത വർഷം ഞങ്ങൾ ഈ പ്രോഫിറ്റ് ഡബിൾ ആക്കും, 100 കോടി പ്രോഫിറ്റിനെ ഞങ്ങൾ 200 കോടി ആക്കും എന്ന് മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് അടുത്ത വർഷം ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ ഇവരുടെ പ്രോഫിറ്റ് ഡബിൾ ആവും, 100 കോടി 200 കോടിയാവും. അപ്പം കമ്പനിയുടെ പ്രൈസിൽ ചേഞ്ച് വരുന്നില്ല. അതായത് മാർക്കറ്റ് ക്യാപ്പ് ഇവിടെ തന്നെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് ഇവിടെ തന്നെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡ് ബൈ 4000 ഡിവൈഡ് ബൈ 100ന് പകരം 200 ആവും പ്രോഫിറ്റ്. സോ അവരുടെ പി റേഷ്യോ എന്ന് പറയുന്നത് 40ന് പകരം 20 കുറയും. ഓൾറെഡി കമ്പനിക്ക് 40 പി കൊടുത്ത് മേടിക്കാൻ ആൾക്കാർ മാർക്കറ്റിലുണ്ട്. കാരണം അതിപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ, ഓട്ടോമാറ്റിക്കലി ആ ഒരു പി കൊടുത്തു ആൾക്കാർ മേടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. സോ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസിനനുസരിച്ച് അവർക്ക് 40 പി കൊടുത്ത് മേടിക്കാറുണ്ട്. അതൊരു പക്ഷേ ഒരു 80 പ്രോഫിറ്റ് എന്നായിരിക്കും ചിലപ്പോൾ 100 പ്രോഫിറ്റിൽ എത്തിക്കുന്നത്, 100 കോടിയിലേക്ക് എത്തിക്കുന്നത്. സോ ഇപ്പോൾ ആ കമ്പനി ഇവിടെ 100ൽ നിന്ന് 200 കോടി, അതായത് ഡബിൾ ആവുകയാണ്. സോ കമ്പനി കുറച്ചും കൂടെ നന്നായിട്ടുണ്ട്. അതായത് പണ്ടുണ്ടായിരുന്നതിന് കഴിഞ്ഞ് കൂടുതൽ ഡിമാൻഡ് വരാൻ കമ്പനിയിൽ സാധ്യതയുണ്ട്. പക്ഷേ സെയിം ടൈമിൽ അന്ന് 40 പി ഉണ്ടായിരുന്ന സ്റ്റോക്ക്, സോ ഓട്ടോമാറ്റിക്കലി ഇതിന് കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഒരു 50-60 പി കൊടുത്ത് മേടിക്കാൻ ആൾക്കാർ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. സോ ആ സമയത്ത് ഈ കമ്പനിയുടെ പി റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് കമ്പനി ഇതേപോലെ പെർഫോം ചെയ്താൽ പി റേഷ്യോ 20 കുറയാൻ സാധ്യതയുണ്ട്. സോ വിച്ച് മീൻസ് എന്താണ്, നമുക്ക് ആ കമ്പനീനെ 20 പിന്ന് 60 പി വരെ വരുന്നവരെ പോകാൻ, അല്ലെങ്കിൽ 60-70 പി വരെ കൊടുത്ത് മേടിക്കാൻ ആളുള്ളപ്പോൾ കമ്പനിയുടെ ഡിമാൻഡ് കൂടുകയാണ്. അതായത് ഇനിയിപ്പോൾ ആ കമ്പനിക്ക് നല്ല പ്രൈസിൽ നല്ല മൂവ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡ് ബൈ 200 കോടിയാണ് ഈ പറഞ്ഞ 20 പിന്ന് കിട്ടിയത്. സോ ഈ പി ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് കൂടിയേ പറ്റുള്ളൂ. കാരണം പ്രോഫിറ്റ് ഓൾറെഡി അവർ 200 കോടി ജനറേറ്റ് ചെയ്യുന്നു ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ. സോ ഈ മാർക്കറ്റ് ക്യാപ്പ് കൂടുക എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന്റെ പ്രൈസ് കൂടുക. സോ 20 നിന്ന് ഇനിയിപ്പോൾ ഒരു 60 പിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 20 × 3 ആണ് 60 എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പിൽ നിന്ന് 3 ടൈംസ് സ്റ്റോക്ക് മുകളിലേക്ക് പോകണം. അതായത് 2 ടൈംസ് മുകളിലേക്ക് പോയി 3 ടൈംസ് എത്തണം. അതായത് നമ്മുടെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 2 ടൈംസ് റിട്ടേൺ തരാനുള്ള പോസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നത്. അതായത് 200% നമുക്ക് റിട്ടേൺ തരാനുള്ള പോസിബിലിറ്റിയാണ് ഇങ്ങനെ കമ്പനി പെർഫോം ചെയ്താൽ അവിടെ കിട്ടുന്നത്, ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്.
പക്ഷേ ഇവിടെ ഒരു കമ്പനിയിൽ ഇപ്പം നമ്മൾ ഇപ്പം ഫോർവേഡ് പി ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അങ്ങനെ മറന്നു കളയാൻ പറ്റില്ല സ്റ്റോക്കിനെ. അങ്ങനെ നമ്മൾ മറന്നു കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പിന്നീട് വന്ന് 1 വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ സ്റ്റോക്കും നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് അവിടെ ഉണ്ടാവും. പക്ഷേ സ്റ്റോക്ക് പോലും ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല. കാരണം ചെറിയ ചെറിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ആ കമ്പനിയെ പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇവർ ഗൈഡൻസ് പറഞ്ഞാൽ നമ്മൾ ട്രാക്ക് ചെയ്യണം. അത് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഓരോ ക്വാർട്ടറിൽ ഇവരുടെ റിസൾട്ട് വരുമ്പോൾ അത് ഈ 100% പ്രോഫിറ്റ് പറഞ്ഞിട്ടുള്ള ഈ 4 ക്വാർട്ടറിൽ 100% വെച്ച് പെർഫോം ചെയ്താലേ ഉള്ളൂ ഓവറോൾ എടുക്കുമ്പോൾ ഇവരുടെ ഫുൾ ഫിനാൻഷ്യൽ ഇയറിൽ 100% ഗ്രോത്ത് വരുള്ളൂ. സോ നമ്മളിത് മുഴുവൻ എല്ലാ സമയവും ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്തെങ്കിലും രീതിയിൽ ഇവരുടെ ഈ പെർഫോമൻസിന് ഡൗൺ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനിയുടെ സ്റ്റോക്കിന്റെ പ്രൈസ് അതേപോലെ തന്നെ താഴേക്കും. കാരണം ഇതുപോലെ ചെറിയ കമ്പനികൾ ആകുമ്പോഴത്തേക്കും ഇവർ പറഞ്ഞ പോലെ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിലുള്ള ഒരുപാട് ആളുകളും പാനിക്കാവുകയും സ്റ്റോക്കിന് എക്സിറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുകയും ചെയ്യണം. പെർഫോമൻസ് ഡൗൺ ആകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റോക്കിന് എക്സിറ്റ് ചെയ്യുകയും ചെയ്യണം. സോ ഈ സെയിം ടൈമിൽ ഈ കമ്പനികൾ ഇതേപോലത്തെ പൊട്ടൻഷ്യൽ റിട്ടേൺ തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതിന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കമ്പനിയുടെ ഫോർവേഡ് പി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ്. സോ അങ്ങനെ ഫോർവേഡ് പി കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഫ്യൂച്ചറിലെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവർ എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് മനസ്സിലാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഈ ചാർട്ട് നോക്കുന്നത് നിർത്തിയിട്ട് ഈ കമ്പനികളെ ഫോളോ ചെയ്യണം. കമ്പനികളുടെ ബിസിനസ് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കമ്പനികളിൽ വരുന്ന അപ്ഡേറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം. മാനേജ്മെന്റ് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ കേൾക്കണം. സോ ഇതൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഈ ഫോർവേഡ് പി അടക്കമുള്ള അവരുടെ ഫ്യൂച്ചറിലേക്ക് കമ്പനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർവേഡ് പി അടക്കമുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കമ്പനി എത്രമാത്രം പൊട്ടൻഷ്യൽ ഉള്ളതെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.